കളത്തിലെ കാവ്യനീതി എന്നോണം ഈ സീസണിലെ ഏറ്റവും രണ്ട് മികച്ച ടീമുകൾ തന്നെയാണ് ഇത്തവണ ഫൈനൽ പോരിനും ഇടം പിടിച്ചത്. RCBയും അതുപോലെ തന്നെ ഗുജറാത്തും രണ്ട് ടീമുകളും 9 വീതം മത്സരങ്ങൾ ജയിച്ച് 18 പോയിന്റുമായാണ് ഈ ടോപ്പ് 2 ഫിനിഷ് ഉറപ്പിച്ചത്. അതിനുശേഷം നേർക്കുനേർ വന്ന ക്വാളിഫയർ 1-ൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ആ മത്സരത്തിൽ ജയിച്ചുകൊണ്ട് അങ്ങനെ RCB ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ ഒരു അധിക കടമ്പ, അതായത് ക്വാളിഫയർ എലിമിനേറ്റർ പോരാട്ടത്തിലൂടെ ജയിച്ചു വന്ന രാജസ്ഥാനെ നേരിടേണ്ടി വന്നു. ക്വാളിഫയർ 2-ൽ ജയിച്ചുമായിരുന്നു ഗുജറാത്ത് കലാശക്കളിക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വന്നത്. ഇനി ഇരു ടീമുകളുടെയും നേർക്കുനേർ റെക്കോർഡുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ 9 മത്സരങ്ങളിലാണ് ഇരുവരും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 5 തവണ ജയിച്ചത് RCB ആണ്, 4 തവണയാണ് ഗുജറാത്തിന് ജയിക്കാനായത്. ഏതാണ്ട് കണക്കുകൾ തുല്യമാണ്. ഇരു ടീമുകളും നേർക്കുനേർ ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം. ഈ സീസണിലും അതുപോലെ തന്നെ 3 മത്സരങ്ങൾ ഏറ്റുമുട്ടി. അതിൽ ഹോം ഗ്രൗണ്ടുകളിൽ ജയിച്ചായിരുന്നു ലീഗ് റൗണ്ട് കഴിഞ്ഞപ്പോൾ. അതിനുശേഷം ക്വാളിഫയർ 1-ൽ ജയിച്ചതിൻ്റെ ഒരു അപ്പർ ഹാൻഡാണ് നമ്മൾ ഈ കാണുന്ന 5-ൽ വന്നിരിക്കുന്നത്. എന്തായാലും നേർക്കുനേർ കണക്കുകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. ശക്തിയുടെ കാര്യത്തിലും ഇല്ലെങ്കിൽ ബലാബലത്തിൻ്റെ, താരങ്ങളുടെ ബാറ്റിംഗ് കരുത്തിൻ്റെ, ബൗളിംഗ് കരുത്തിൻ്റെ ഒക്കെ നോക്കി ഞങ്ങൾ ഈ ടീമുകളുടെ കരുത്ത് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ത്രില്ലർ പോരാട്ടം അല്ലെങ്കിൽ ഒരു ക്ലോസ് കോണ്ടസ്റ്റ് തന്നെ നമുക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഈ മത്സരം നടക്കുന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. മത്സരം തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30ക്കാണ് മത്സരം തുടങ്ങുന്നത്. 7 മണിക്കാണ് ടോസ് ഉള്ളത്. അപ്പോൾ IPL ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ കൂടി ചേർന്നു. അക്ഷയ്, IPL സ്ഥിരമായി ഇപ്പോൾ IPL മത്സരങ്ങൾക്ക് IPL ഫൈനലിന് വേദിയാവുന്നത് ഗുജറാത്ത് സ്റ്റേഡിയമാണ്, അഹമ്മദാബാദ് സ്റ്റേഡിയമാണ്. ഇത്തവണ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ എന്താണ് അവിടെ പ്രതീക്ഷിക്കുന്നത്? ഒരു കൗതുകം എന്തെന്നാൽ ഹോം ഗ്രൗണ്ടാണ് ഗുജറാത്തിൻ്റെ, പക്ഷേ കഴിഞ്ഞ തവണ അവിടെ വെച്ചാണ് RCBയുടെ കന്നിക്കപ്പ് നേട്ടം അവിടെയാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശം കൂടി അവർക്കുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും എന്താണ് അഹമ്മദാബാദിൽ എന്ത് പ്രതീക്ഷിക്കാം? ടോസ് കിട്ടിയാൽ എന്തായിരിക്കും തീരുമാനിക്കുക എന്നത് വളരെ നിർണായകമാണല്ലോ. അല്ല, തീർച്ചയായും അത് തന്നെയാണ്. അഹമ്മദാബാദിൽ പിച്ച് എന്ന് പറയുന്നത് റണ്ണൊടുക്കുന്ന പിച്ചായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അഹമ്മദാബാദിൽ നടന്ന മത്സരങ്ങളിലെല്ലാം വലിയ സ്കോറുകൾ പിറന്നിട്ടുണ്ട്. 200-ന് മുകളിൽ പലതവണ സ്കോറുകൾ പിറക്കുന്നത്. അത് ഈ IPL തന്നെ ഏറ്റവും കൂടുതൽ 200 മുകളിൽ 200 പോലും സേഫ് സോൺ അല്ലാത്ത ഒരു സീസണാണ് നമ്മൾ കടന്നുപോയത്. അത് തന്നെയാണ് ഈ അഹമ്മദാബാദിലെ സാഹചര്യവും. തുടക്കത്തിൽ പേസർമാർക്ക് പിന്തുണ നൽകുന്ന ഒരു പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ടീം 4 തവണ ഇതിനു മുമ്പ് ഇവിടെ നിന്ന മത്സരങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. രണ്ടാമത് ചേസ് ചെയ്ത സമയത്ത് 3 മത്സരങ്ങളിൽ മാത്രമേ ടീമുകൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റൊന്ന് അനില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരു ടീമുകൾക്ക്, അതായത് കോഹ്ലി ഇത്ര കാലങ്ങളായി കഴിഞ്ഞ വർഷം വരെ RCBയും വിരാട് കോഹ്ലിയും കളിയാക്കിയിരുന്നത് കപ്പില്ലാത്തൊരു ടീം. ആ ഒരു ദൗർഭാഗ്യം കോഹ്ലിയും കൂട്ടരും മറികടന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. ഇതേ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിലാണ് ആദ്യമായി IPL ബാംഗ്ലൂർ മുത്തം വിട്ടത്. അതിനുശേഷം തുടർച്ചയായ 2ാം വട്ടം വീണ്ടും അവർ രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. അപ്പോൾ കോഹ്ലിയുടെ ഒരു ഭാഗ്യമുള്ള ഒരു പിച്ചായിട്ട് കരുതാം. കഴിഞ്ഞ വട്ടത്തെ ഫൈനലിലും കോഹ്ലി നന്നായി സ്കോർ ചെയ്തും അത് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. ഗുജറാത്തിനെ സംബന്ധിച്ച് അവരുടെ ഹോം പിച്ചാണ്. അവർ നല്ല റെക്കോർഡ് തന്നെയാണ് അവർക്ക് ഈ സീസണിൽ ഉടനീളം അവരുടെ ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. 2022-ൽ അവർ ആദ്യമായി കിരീടം നേടിയതും ഇതേ മൈതാനത്ത് വെച്ച്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ഈ ക്രിക്കറ്റിൻ്റെ കളിക്ക് പുറമെ ഒരു ഭാഗ്യത്തിൻ്റെ അകമ്പടി കൂടി നമ്മളെപ്പോഴും പറയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ട് ടീമുകൾക്ക് ഈ ഭാഗ്യത്തിൻ്റെ അതൊരു സന്തുലിതമായി നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് വീണ്ടും ഒരു മത്സരം നടക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്, ഫൈനലിൽ ഒരു അഡ്വാൻറ്റേജ് ടീമുകൾക്ക് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം ഇരു ക്യാപ്റ്റൻ, അത് ഗില്ലായാലും പട്ടിദാറായാലും അത്തരത്തിലൊരു തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ബാറ്റിംഗ് ഡെപ്ത് എടുത്തു പറയേണ്ടതാണ്. ഗുജറാത്തിന്റെ ടോപ്പ് 3, അതായത് സായ് സുദർശനും ഗില്ലും നൽകുന്ന തുടക്കം, പിന്നീട് 1 ഡൗണിലെത്തുന്ന ജോസ് ബട്ട്ലർ, ഈ 3 താരങ്ങളുടെയും പ്രകടനം പോലെ ഇരിക്കും ഗുജറാത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അതായത് ഒരുപക്ഷെ ഈ പവർ പ്ലേ ആദ്യത്തെ 6 ഓവറിൽ തന്നെ ഇവരിൽ 2 പേരെങ്കിലും മടക്കാൻ സാധിച്ചാൽ അത് ബംഗളൂരുവിൽ നൽകുന്ന അഡ്വാൻറ്റേജ് അവർക്ക് മുതലാക്കാൻ തന്നെ സാധിക്കും. പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറിന്റെ ആദ്യ സ്പെല്ലുകൾ നല്ല ഇൻസിംഗറുകൾ എറിഞ്ഞ് എതിരാളികളെ പ്രതിരോധിപ്പിക്കുന്ന ആ ശൈലി, ഈ പ്രായത്തിൽ പോലും ഇദ്ദേഹം ഈ സീസണിലുടനീളം മികച്ച പ്രകടനം തന്നെയാണ് ഇതുവരെ പുറത്തെടുത്തത്. ഈ സീസണിൽ 26 വിക്കറ്റുകൾ ഭുവി നേടിക്കഴിഞ്ഞു. മറുഭാഗത്ത് റബാഡയാണ് അവരുടെ ഗുജറാത്തിന്റെ പേസിനെ നയിക്കുന്ന. അദ്ദേഹം 28 വിക്കറ്റുകൾ ഈ സീസണിൽ നേടി. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ബാറ്റിംഗിലായാലും ബോളിങ്ങിലായാലും
സന്തുലിതമായ ഒരു ടീമാണ്, ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് മുന്നോട്ട് പോകുന്നത്. ബാംഗ്ലൂരുവിന്റെ ബാറ്റിങ്ങിന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ കിങ് കോഹ്ലി നൽകുന്ന തുടക്കം അതെങ്ങനെ അത് എന്തുമാത്രം മുന്നോട്ട് കോഹ്ലിക്ക് പോകാനാവും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാംഗ്ലൂരുവിലെ പോക്ക്. മാത്രമല്ല അവരുടെ രജിത് പാട്ടീദർ എന്ന ക്യാപ്റ്റന്റെ കാര്യം എടുത്തു പറയേണ്ടത്. തുടർച്ചയായ രണ്ടാം ഫൈനലും പല ഇതിഹാസ താരങ്ങൾക്കും സാധിക്കാതെ പോയ ഒരു കാര്യമാണ് ബാംഗ്ലൂരിന് ഒരു കപ്പ് നേടിക്കൊടുക്കുക. അത് കഴിഞ്ഞ തവണ പാട്ടീദാർ നേടിക്കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ തവണയും അദ്ദേഹം തന്റെ ടീമുമായി ഫൈനലിൽ എത്തുകയാണ്. കഴിഞ്ഞ ഒന്നാം ക്വാളിഫയറിൽ ഇതേ ഗുജറാത്തിനെതിരെ പാട്ടീദാറിന്റെ ഒരു കിടിലൻ പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം പുറത്തെടുത്തത്. അതിന്റെ കരുത്തിലാണ് അവർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. അതേ തരത്തിലുള്ള പ്രകടനം കോഹ്ലി കഴിഞ്ഞെത്തുന്ന പാട്ടീദാറിലും അവർക്ക് പ്രതീക്ഷയുണ്ട്. പിന്നീട് ആ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഷെപ്പേർഡിനും ടിം ഡേവിഡിനും അടക്കമുള്ള താരങ്ങളുണ്ട്, ജിതേഷ് ശർമ്മയുണ്ട്. അപ്പോൾ സന്തുലിതം ഒരു ബാറ്റിംഗ് ഡെപ്തുമായിട്ട് ബാംഗ്ലൂരു ഇറങ്ങുന്നു. അതേ സമയത്ത് ഗുജറാത്തിനും അവരുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒക്കെ സ്ട്രോങ് ആണ്. കഗീസോ റബാഡയാണ് അവരുടെ ബോളിങ്ങിനെ നയിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജ് അടക്കമുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താരം അത്തരത്തിൽ സ്പിന്നിനും അവർക്ക് സന്തുലിതം ഒരു ടീം തന്നെയാണ്. അപ്പോൾ മികച്ച സ്കോർ തന്നെയാണ് പ്രതീക്ഷ. 200 മുകളിൽ ഒരു സ്കോർ ആദ്യം ബാറ്റ് ചെയ്ത ടീം നേടുകയാണെങ്കിൽ രണ്ടാമത് ചേസ് ചെയ്യുന്ന ടീമിന് ഒരു ചെറിയൊരു അവരുടെ തുടക്കം നന്നായില്ലെങ്കിൽ അത് മുഴുവൻ പാളിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. പക്ഷേ ഗുജറാത്തിനെ ചേസ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ രണ്ടാമത്തെ ക്വാളിഫയറിൽ കിടിലനൊരു പ്രകടനം തന്നെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് നൽകിയത്. കൃത്യസമയത്ത് ഗില്ലിന്റെയും സുദർശന്റെയും ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് 2020 ശൈലിക്ക് നിരക്കാത്ത ഒരു ബാറ്റിംഗ് പ്രകടനമാണെന്ന് പലപ്പോഴും മുതിർന്ന താരങ്ങൾ അടക്കം വിമർശിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ കൃത്യമായ റണ്ണ് വേണ്ട സമയത്ത് ഗില്ലിന് അത് നേടാൻ സാധിക്കുന്നു. ടീമിന് എത്തരത്തിലുള്ള പ്രകടനമാണോ ഗില്ലിൽ നിന്ന് വേണ്ടത് അതേ പ്രകടനം ഗില്ലിന് നടത്താൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഫൈനലിലും ആരാധകർ അടക്കം പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഈ രണ്ടുപേരുടെ പ്രകടനം, ഗില്ലും സായ് സുദർശൻ നൽകുന്ന പ്രകടനം അത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. മറുവശത്ത് കോഹ്ലിയുടെ ഓപ്പണിംഗിലാണ് ബാംഗ്ലൂരിന്റെ പ്രതീക്ഷ. അത്രയും ഒരു ഹൈ വോൾട്ടേജ് മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.